ഹായ് ഓൾ, വെൽക്കം ടു നിഷ എജ്യൂഹബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പല വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഓൾറെഡി ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following set of statements best represents the nature and objectives of teaching and learning? നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പഠിച്ച ഒരാൾക്ക് ഇത് പെട്ടെന്ന് തന്നെ കിട്ടും. ആ ഒരു ക്ലാസ് നമ്മളുടെ ചാനലിലുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, ടീച്ചിങ് ഈസ് ലൈക്ക് സെല്ലിംഗ് ആൻഡ് ലേണിംഗ് ഈസ് ലൈക്ക് ബൈയിങ്. സെക്കൻഡ് ഓപ്ഷൻ, ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വൈൽ ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ് whereas ലേണിംഗ് ഡസ് നോട്ട് ഇംപ്ലൈ ടീച്ചിങ്. Teaching is a kind of delivery of knowledge while learning is like receiving it. Teaching is an interaction and is triadic in nature, whereas learning is an active engagement in a subject domain. ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പേപ്പർ 1-ന് ചോദിക്കുന്നത്. അപ്പം PYQs ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം ടോപ്പിക്കും ക്ലിയർ ആവും, എക്സാമിന്റെ പാറ്റേണും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം, ടീച്ചിങ് ഈസ് ലൈക്ക് സെല്ലിംഗ് ആൻഡ് ലേണിംഗ് ഈസ് ലൈക്ക് ബൈയിങ് അല്ലേ? അതെന്താണ്? തെറ്റാണ്. ടീച്ചിങ് എന്ന് പറയുന്നതിന് ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ, ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വൈൽ ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. അതായത് ഓപ്ഷൻ ബി, ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് അല്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ടീച്ചിങ് ഈസ് എ ഡിസിപ്ലിൻഡ് സോഷ്യൽ പ്രോസസ്. ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട്, ഡിസിപ്ലിൻഡ് സോഷ്യൽ പ്രോസസ് ആണെന്ന് പറഞ്ഞു. സോ സ്റ്റേറ്റ്മെന്റ് 2 ബി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വൈ ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. സോ ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെന്റ് ബി ഈസ് കറക്റ്റ്. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ, ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ് വേറാസ് ലേണിംഗ് ഡസ് നോട്ട് ഇംപ്ലൈ ടീച്ചിങ് അല്ലെ? ടീച്ചിങ്ങിന്റെ ഒരു ലക്ഷ്യം എന്താണ്? ടു ഇമ്പാർട്ട് ഇൻഫോർമേഷൻ അല്ലെ? ടീച്ചിങ് എന്ന് പറയുന്നത് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാണ്, പക്ഷെ ലേണിംഗ് ഡസ് നോട്ട് ഇംപ്ലൈ ടീച്ചിങ് അല്ലെ? സോ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി ഡി എന്താ പറഞ്ഞിട്ടുള്ളത്? ടീച്ചിങ് ഈസ് എ കൈൻഡ് ഓഫ് ഡെലിവറി ഓഫ് നോളജ് വൈ ലേണിംഗ് ഈസ് ലൈക്ക് റിസീവിങ് ഇറ്റ് അല്ലെ? ടീച്ചിങ് ഈസ് എ കൈൻഡ് ഓഫ് ഡെലിവറി ഓഫ് നോളജ് വൈ ലേണിംഗ് ഈസ് ലൈക്ക് റിസീവിങ് ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചിങ് എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് നോളജും ലേണിംഗ് അത് റിസീവ് ചെയ്യുക എന്ന് പറയുന്നതും അതും ഒരു റോങ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഓപ്ഷൻസിലും ഫസ്റ്റ് എ ഓപ്ഷനിലും ഡി ഓപ്ഷനിലും ടീച്ചിങ്ങിനെ ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി റോങ് ആണ്. ഇനി ഇ എന്താ പറഞ്ഞിട്ടുള്ളത്? ടീച്ചിങ് ഈസ് ആൻ ഇന്ററാക്ഷൻ ആൻഡ് ഈസ് ട്രയാഡിക് ഇൻ നേച്ചർ വേറാസ് ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് എൻഗേജ്മെന്റ് ഇൻ എ സബ്ജക്ട് ഡൊമൈൻ. സോ ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ററാക്ഷൻ ആണ് ബിറ്റ്വീൻ എ മെച്ചുവേർഡ് പേഴ്സൺ ആൻഡ് എ ലെസ് മെച്ചുവേർഡ് പേഴ്സൺ. അതൊക്കെ ഓൾറെഡി ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ട്രയാഡിക് ഇൻ നേച്ചർ. ട്രയാഡിക് എന്ന് പറയുമ്പോൾ എന്താണ്? മൂന്നാളുകൾ ചേർന്നിട്ടുള്ളത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജക്ട് ഡൊമൈനിൽ വരുന്ന ആക്റ്റീവ് എൻഗേജ്മെന്റ് ആണ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ബി, സി ആൻഡ് ഇ ആണ് ആൻസർ വരുന്നത്. ലേണിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ലേണിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ അത് ആ ഒരു സബ്ജക്ട് ഡൊമൈനിൽ ആക്റ്റീവ് ആണ്. അപ്പം എന്താ പറഞ്ഞത്? ലേണിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ്. കാരണം അത് ലേണേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ഓരോ ഇൻഡിവിജ്വലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആക്റ്റീവ് എൻഗേജ്മെന്റ് ഇൻ എ സബ്ജക്ട് ഡൊമൈൻ എന്ന് നമുക്ക് പറയാം. പിന്നീട് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കുമ്പോഴേ അറിയാം ടീച്ചിങ് എന്ന് പറയുന്നതിനെ ഇറ്റ്സ് ട്രീറ്റഡ് ആസ് എ കൈൻഡ് ഓഫ് കമ്മോഡിറ്റി. സോ അത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ടീച്ചിങ് ഈസ് ട്രയാഡിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു. അതായത് ട്രയാഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചറുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഡെലിവറി ചെയ്യുന്ന കണ്ടന്റ്. ആ ഒരു രീതിയിലാണ് ടീച്ചിങ്ങിനെ ട്രയാഡിക് എന്ന് പറയുന്നത്. അപ്പം ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ബി, സി ആൻഡ് ഇ. അപ്പം PYQs ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എക്സാം പാറ്റേൺ മനസ്സിലാവും, ഏതൊക്കെ രീതിയിൽ എക്സാം എഴുതണം. ഇപ്പൊ ഇതുപോലെ എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനകത്ത്. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പല ക്വസ്റ്റ്യൻസ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ പഠിക്കുക. ഓക്കെ, താങ്ക് യു.